Hello everyone, welcome back to Monolane. I am Rahul Devindran AK, SAP Business One Consultant. നിങ്ങൾ SAP Business One എന്ന സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ SAP Business Oneനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് സൈക്കിളിലെ മറ്റൊരു ക്രിട്ടിക്കൽ സ്റ്റെപ്പായിട്ടുള്ള അക്കൗണ്ട് റിസീവബിൾ ഇൻവോയ്സ് ഡോക്യുമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ ഈ AR ഇൻവോയ്സ് ഡോക്യുമെന്റ് രണ്ട് മെത്തേഡിലായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഈ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടും കസ്റ്റമർ ബാലൻസിലും ഫൈനാൻസ് റിപ്പോർട്ടിലെല്ലാം എന്തെല്ലാം ഇമ്പാക്റ്റ് ആണ് സംഭവിക്കുന്നത് എന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ലെറ്റ്സ് ബി ക്ലിയർ ഓൺ വാട്ട് ആൻ AR ഇൻവോയ്സ്. നിങ്ങളൊരു ഐറ്റമോ സർവീസസോ ഒരു കസ്റ്റമറിന് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ AR ഇൻവോയ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ. അതേസമയം നിങ്ങൾക്ക് അവിടെ ഒരു റവന്യൂ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുകൂടാതെ തന്നെ ഒരു റിസീവബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ രണ്ട് പർപ്പസിനും വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് AR ഇൻവോയ്സ് ഡോക്യുമെന്റ്. ഈ ഒരു AR ഇൻവോയ്സ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഏത് കസ്റ്റമറിനാണ് നമ്മൾ ഈ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ കസ്റ്റമർ മാസ്റ്റർ ഡാറ്റ ഓൾറെഡി അവൈലബിൾ ആയിരിക്കണം. ദെൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം അല്ലെങ്കിൽ സർവീസിൻ്റെ മാസ്റ്റർ ഡാറ്റ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി നമുക്ക് കിട്ടിയാൽ മാത്രമേ ഒരു AR ഇൻവോയ്സ് ഡോക്യുമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മുമ്പ് പറഞ്ഞ പോലെ AR ഇൻവോയ്സ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ക്രിയേറ്റിംഗ് ആൻ AR ഇൻവോയ്സ് ഫ്രം സ്ക്രാച്ച്. അതായത് യാതൊരു ബേസ് ഡോക്യുമെന്റും ഇല്ലാതെ ഡയറക്റ്റ് AR ഇൻവോയ്സ് ഡോക്യുമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് സെയിൽസ് AR മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും AR ഇൻവോയ്സ് ഡോക്യുമെന്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമറിനെ സെലക്ട് ചെയ്യണം. ഞാനിവിടെ കസ്റ്റമറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണ്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടാബും പ്രസ് ചെയ്യാവുന്നതാണ്. ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റും ഇവിടെ വരുന്നതാണ്. അതിൽ നിന്നും ക്ലൗഡ് ഇന്നോവേഷൻ INC എന്ന് പറഞ്ഞ കസ്റ്റമറെ ഞാൻ ചൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വൺസ് ആ കസ്റ്റമറെ ചൂസ് ചെയ്ത ഉടനെ അതിൻ്റെ കോൺടാക്ട് പേഴ്സൺ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ടേംസും എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ആവുന്നുണ്ട്. അതെല്ലാം കസ്റ്റമർ മാസ്റ്ററിൽ നമ്മൾ പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും സെയിൽസ് ഇൻവോയ്സിന് പേയ്മെൻറ്റ് ടേംസ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് കസ്റ്റമർ മാസ്റ്ററിൽ നമ്മൾ ഡീഫോൾട്ട് വരുന്നത് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ ഈ പെർട്ടിക്കുലർ AR ഇൻവോയ്സിൽ പേയ്മെൻറ്റ് ടേംസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മാനുവലി ചേഞ്ച് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ടേംസിനെ ബേസ് ചെയ്തുകൊണ്ട് ഡ്യൂ ഡേറ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഐറ്റം ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യണം. ഐറ്റം ഡീറ്റെയിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ വിൻഡോയിലോട്ട് വരികയാണ്. ടേബിൾ വിൻഡോയിലോട്ട് വരുമ്പോൾ അവിടെ ഐറ്റം കോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാബ് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഐറ്റംസ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ബിസിനസ് ലാപ്ടോപ്പ് ആണ്. അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാം, സെലക്ട് ചെയ്ത ഉടനെ യൂണിറ്റ് പ്രൈസ്, ടാക്സ് ഡീറ്റെയിൽസ് എല്ലാം പോപ്പപ്പ് ആവുന്നുണ്ട്. സോ ഞാൻ 10 ക്വാണ്ടിറ്റി ആണ് ഇവിടെ സെല് ചെയ്യുന്നത്. 10 ക്വാണ്ടിറ്റി ഞാൻ എൻ്റർ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി എല്ലാ കാൽക്കുലേഷനും അവിടെ നടക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ടാക്സ് കാൽക്കുലേഷൻ. രണ്ടാമത്തെ ഐറ്റം ഞാൻ സെലക്ട് ചെയ്യാണ്. നെക്സ്റ്റ് പ്രൊഫഷണൽ മോണിറ്റർ സെലക്ട് ചെയ്യുന്നു. സോ ഇവിടെ എല്ലാം നിങ്ങൾക്ക് ടാബ് ബട്ടൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടാബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോളത്തിലോട്ട് മൂവ് ആവുന്നതാണ്. സെയിം നിങ്ങൾക്ക് റിവേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ടാബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് കോളത്തിലോട്ടും വരാൻ സാധിക്കും. സോ ജസ്റ്റ് നമ്മൾ ഒന്നും കൂടെ റിവ്യൂ ചെയ്യുകയാണ്. ഹെഡറിൽ നമ്മൾ കസ്റ്റമറെ സെലക്ട് ചെയ്തു,
ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോണ്ടാക്ട് പേഴ്സൺ, പേയ്മെൻറ്റ് ടേംസ് എല്ലാ ഡീറ്റെയിൽസും അവിടെ വന്നു. അടുത്തതായിട്ട് നമ്മൾ ലൈൻ ഐറ്റംസ് സെലക്ട് ചെയ്യുകയാണ്. ക്വാണ്ടിറ്റി കൊടുത്തതിന് ശേഷം യൂണിറ്റ് പ്രൈസ് ഓട്ടോമാറ്റിക്കലി വന്നിരുന്നു. അതിൻ്റെ ടോട്ടൽ എമൗണ്ട്, ടാക്സ് എമൗണ്ട് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വാല്യൂ എല്ലാം ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുകയാണ്. റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ഓർക്കേണ്ടത്, വൺസ് ഈ സെയിൽസ് ഇൻവോയ്സ് ഡോക്യുമെന്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു എഡിറ്റ് ഓപ്ഷനും സിസ്റ്റത്തിൽ അവൈലബിൾ അല്ല. സോ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് AR ഇൻവോയ്സ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ ആഡ് ആൻഡ് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സി AR ഇൻവോയ്സ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ആയി. സോ ഫസ്റ്റ് മെത്തേഡ് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് മെത്തേഡ് 2 പരിചയപ്പെടാം. കോപ്പി ഫ്രം എ ബേസ് ഡോക്യുമെന്റ്. എന്താണ് ബേസ് ഡോക്യുമെന്റ്? സെയിൽസ് AR ഡോക്യുമെന്റിന് മുമ്പായിട്ട് പല ഡോക്യുമെന്റും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതെല്ലാമായിരുന്നു ആ ഡോക്യുമെന്റ്സ്? സെയിൽസ് കൊട്ടേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, സെയിൽസ് ഓർഡർ ഡിസ്കസ് ചെയ്തു, ഡെലിവറി ഡോക്യുമെന്റ് ഡിസ്കസ് ചെയ്തു. ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിനെ AR ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ആ ഒരു ഡോക്യുമെന്റ് ഒരു ബേസ് ഡോക്യുമെന്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. അങ്ങനെ ഒരു ബേസ് ഡോക്യുമെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെ ഒരു AR ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം? അതിനു വേണ്ടിയിട്ട് സെയിം മൊഡ്യൂൾ നമ്മൾ ചൂസ് ചെയ്യുന്നു. സെയിൽസ് AR എന്ന മൊഡ്യൂൾ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെയിം AR ഇൻവോയ്സ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ കസ്റ്റമറെ സെലക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ടാബ് പ്രസ് ചെയ്യുന്നു. ടോട്ടൽ ലിസ്റ്റിൽ നിന്ന് ആ ഒരു കസ്റ്റമറെ ഞാൻ ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഐറ്റംസ് ഡയറക്റ്റ്ലി ഇവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് താഴെ കാണുന്ന ഈ ഒരു കോപ്പി ഫ്രം ഓപ്ഷൻ ഞാൻ യൂസ് ചെയ്യുകയാണ്. കോപ്പി ഫ്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ പരിചയപ്പെട്ട എല്ലാ ബേസ് ഡോക്യുമെന്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു കസ്റ്റമർ ഓർഡർ ഡെലിവറി വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ ഞാൻ ഈ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഡെലിവറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെലിവറി ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു കസ്റ്റമറിന് ഏതെങ്കിലും ഡെലിവറി ഡോക്യുമെന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഇവിടെ കാണിക്കും. ആ ലിസ്റ്റിൽ നിന്നും എൻ്റെ ഡെലിവറി ഡോക്യുമെന്റ് ഞാൻ ചൂസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഫിനിഷ് കൊടുക്കുന്നു. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രീവിയസ് ബേസ് ഡോക്യുമെന്റിൽ എന്തെല്ലാം ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടോ ആ ഡോക്യുമെന്റ് ഡാറ്റ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫിൽ ആവുകയാണ്. സോ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഓൺലി റിവ്യൂ ആണ് ചെയ്യേണ്ടത്. വന്നിരിക്കുന്ന വാല്യൂസ്, അതുപോലെ ക്വാണ്ടിറ്റീസ്, ടാക്സ്, എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യുക, ഡോക്യുമെന്റ് സേവ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു മെത്തേഡാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ എറേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും ഡാറ്റ എൻട്രി ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാനെല്ലാം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധിക്കും. അതുകൂടാതെ പ്രോപ്പർ ട്രാക്കിങ്, ഒരു കസ്റ്റമർ ഓർഡർ തരുന്നത് മുതൽ ആ കസ്റ്റമർക്ക് നമ്മൾ ആ ഒരു ഇൻവോയ്സ് റേസ് ചെയ്യുന്നത് വരെയുള്ള പ്രോപ്പർ ട്രാക്കിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാനും ഈ ഒരു മെത്തേഡാണ് ആസ് എ കൺസൾട്ടൻറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ SAP ബിസിനസ് വണ്ണിൽ മറ്റ് ഡോക്യുമെന്റ്സ്, അതായത് സെയിൽസ് കൊട്ടേഷൻ, സെയിൽസ് ഓർഡർ, ഡെലിവറി ഡോക്യുമെന്റ് എല്ലാം തന്നെ ഓപ്ഷണൽ ഡോക്യുമെന്റ് ആണ്. അത് യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു മാൻഡാറ്ററി തിങ് അല്ല. ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞ പോലെ ഡയറക്റ്റ് AR ഇൻവോയ്സ് ഡോക്യുമെന്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ സമയത്ത് എല്ലാ ഇൻവെന്ററി ഇമ്പാക്റ്റും ഫൈനാൻസ് ഇമ്പാക്റ്റും നടക്കുന്നതായിരിക്കും. ഓക്കെ, രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അടുത്തതായി ഈ ഒരു AR ഇൻവോയ്സ് ഡോക്യുമെന്റ് നമ്മൾ രണ്ട് രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, സ്ക്രാച്ചിൽ നിന്നും ഡയറക്റ്റ് AR ഇൻവോയ്സ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്, ഒരു ഡെലിവറി ഡോക്യുമെന്റിനെ നമ്മൾ AR ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ ഈ രണ്ട് മെത്തേഡിലും ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ജേണൽ എൻട്രി എന്താണ് പോസ്റ്റ് ആവുന്നത്? അതിനു വേണ്ടിയിട്ട് രണ്ട് എക്സാമ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്നത്
ഒരു എയർ ഇൻവോയ്സ് ഡോക്യുമെന്റ് ഡയറക്റ്റ് സ്ക്രാച്ചിൽ നിന്നും ക്രിയേറ്റ് ചെയ്തതിന്റെ ജേണൽ എൻട്രി പ്രിവ്യൂ ആണ്. റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡെലിവറി ഡോക്യുമെന്റിനെ ഞാൻ എയർ ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഡോക്യുമെന്റ് ഡയറക്റ്റ് എയർ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് അവിടെ ജേണൽ എൻട്രി പോസ്റ്റ് ആവുന്ന സമയത്ത് ഇൻവെന്ററി ഇമ്പാക്റ്റും അതുപോലെ തന്നെ റവന്യൂവും ഒരേ സമയം ബുക്ക് ആവുന്നുണ്ട്. അതായത് സെയിൽസ് ഇൻവോയ്സ് ഡോക്യുമെന്റ് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻവെന്ററി റെഡ്യൂസ് ആവുന്നതും റവന്യൂ ബുക്ക് ആവുന്നതും ഈ ഒരു ഡോക്യുമെന്റിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഡെലിവറി ഡോക്യുമെന്റിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഒരു എയർ ഇൻവോയ്സ് ബുക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഡെലിവറി ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇൻവെന്ററി ഔട്ട് ആയിട്ടുണ്ട്. അതിന്റെ ജേണൽ എൻട്രി ഡെലിവറി ഡോക്യുമെന്റിൽ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എയർ ഇൻവോയ്സിലോട്ട് വരുമ്പോൾ ഓൺലി റവന്യൂ അക്കൗണ്ട് മാത്രമായിരിക്കും ബുക്ക് ആവുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇൻവെന്ററി ഇമ്പാക്റ്റ് ആണ്. ഇൻവെന്ററി ഇമ്പാക്റ്റ് ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് എയർ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവെന്ററി ഇമ്പാക്റ്റ്, അതായത് നമ്മുടെ വെയർഹൗസിൽ നിന്നും സ്റ്റോക്ക് ഔട്ട് ആവുന്നത് ഈ ഒരു ഡോക്യുമെന്റ് തന്നെ ആയിരിക്കും. എഗെയിൻസ്റ്റ് ഡെലിവറി ഡോക്യുമെന്റ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇൻവെന്ററി അവിടെ ഔട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ട് എയർ ഇൻവോയ്സിൽ യാതൊരു ഇമ്പാക്റ്റും വരുന്നില്ല. ഓക്കെ. തേർഡ് ആണ് കസ്റ്റമർ ബാലൻസ്. കസ്റ്റമർ ബാലൻസിൽ ഒരുപോലെ ഇമ്പാക്റ്റ് ആവുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കസ്റ്റമറിന്റെ ലെഡ്ജർ എടുക്കുകയാണ്. കസ്റ്റമർ ലെഡ്ജർ എടുക്കാൻ വേണ്ടിയിട്ട് ഈ യെല്ലോ ആരോയിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് ബിസിനസ് പാർട്ണർ മാസ്റ്റർ ഡാറ്റയിലോട്ട് ആക്സസ് കിട്ടുന്നതാണ്. അക്കൗണ്ട് ബാലൻസിന്റെ ഹൈപ്പർ ലിങ്ക് കാണാം. ഞാൻ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ആ ഒരു 2 എയർ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തപ്പോഴും കസ്റ്റമറിന്റെ ലെഡ്ജറിലോട്ട് അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു എയർ ഇൻവോയ്സ് ഡോക്യുമെന്റ് 2 മെത്തേഡിലും ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഇമ്പാക്റ്റ് ആണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നൗ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. നമ്മൾ 2 മെത്തേഡും പരിചയപ്പെട്ടു. ഈ 2 മെത്തേഡിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്? അതുപോലെ തന്നെ ഈ ഒരു സെയിൽസ് ഡോക്യുമെന്റിൽ എന്താണ് നിങ്ങൾക്ക് ചലഞ്ചബിൾ ആയിട്ട് തോന്നിയത്? ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരുന്നതാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമന്റ്സോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.